ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന അനിശ്ചിതകാല സമരം ഭാഗികം. ആശുപത്രികളും കോടതികളും പ്രവർത്തിച്ചു. വിദ്യാലയങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. മതരാഷ്ട്രീയം കളിച്ചാണ് ന്യൂനപക്ഷങ്ങൾ അവരുടെ നേട്ടങ്ങൾ കൈവരിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല. പാലക്കാട് ജില്ല കൊടും വരൾച്ചയിലേക്ക്. ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും നീരൊഴുക്ക് കുറഞ്ഞു. കാഞ്ഞിരപ്പുഴ കനാലിന്റെ ചോർച്ച നെൽകൃഷിയെ വെള്ളത്തിലാക്കുന്നു. വിളവെടുക്കാറായ നെൽ വെള്ളത്തിൽ കിടന്ന് മുളയ്ക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ബസ് സമരവും സർക്കാർ ജീവനക്കാരുടെ സമരവും താലൂക്ക് ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് ജനങ്ങളെ വലച്ചു. കോടതികൾ സുഗമമായി പ്രവർത്തിച്ചു. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെ സമരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പൂർണ്ണമായി മടങ്ങിക്കിടന്നു. മറ്റ് സർക്കാർ ഓഫീസുകളിലും ജീവനക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിരുന്നു. താലൂക്ക് ഓഫീസിലെ 87 പേരിൽ പകുതിയിലധികം പേരും ഹാജരായില്ല. ഒറ്റപ്പാലം 2 വില്ലേജിലെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 3 പേർ സമരത്തിൽ പങ്കെടുത്തു. ലാൻഡ് റവന്യൂ ട്രിബ്യൂണൽ ഓഫീസിലും ലാൻഡ് റവന്യൂ പട്ടയ വിഭാഗത്തിലും ഭൂരിഭാഗം പേരും ജോലിക്കെത്തിയില്ല. ഒറ്റപ്പാലം താലൂക്കിലെ മുൻസിഫ് കോടതിയിലും MACT കോടതിയിലും ഭൂരിഭാഗം പേരും ജോലിക്കെത്തി. ഒറ്റപ്പാലം മുൻസിഫ് കോടതിയിലും MACT കോടതിയിലും ഭൂരിഭാഗവും ജോലിക്കെത്തി. അതേസമയം ബസ് സമരവും സർക്കാർ ജീവനക്കാരുടെ സമരവും ജനങ്ങളെ വലച്ചു. ഒറ്റപ്പാലം ടൗണിലെ പകുതിയോളം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. കടകളിലെ ജീവനക്കാർക്ക് എത്താനാവാത്തതായിരുന്നു പ്രശ്നം. പല സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലും പോലീസിന്റെ സേവനം ലഭ്യമാക്കിയിരുന്നുവെങ്കിലും ജീവനക്കാർ എത്താത്തത് ഓഫീസുകളിലെ പ്രവർത്തനം താളം തെറ്റിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്ക് മണ്ണാർക്കാടും ഭാഗികം. മണ്ണാർക്കാട് ഉപജില്ലയിലെ 65% ജീവനക്കാർക്കും ജോലിക്കെത്തി 35% പേർ സമരത്തിന് അനുകൂലമായി നിന്നതായാണ് ഔദ്യോഗിക കണക്ക്. കുമരമ്പത്തൂരിലെ കലരി ഹയർ സെക്കൻഡറി സ്കൂൾ, AUP സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും എത്താത്തതിനാൽ പ്രവർത്തിച്ചില്ല. മറ്റ് സ്കൂളുകൾ പ്രവർത്തിച്ചെങ്കിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണവും വളരെ കുറവായിരുന്നു. സമരത്തിന് അനുകൂലമായി നിൽക്കുന്ന ഇടതുപക്ഷ സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളും മണ്ണാർക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന അനിശ്ചിതകാല സമരത്തെ തുടർന്ന് ചെർപ്പശ്ശേരിയിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു. ഭൂരിഭാഗം സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചെങ്കിലും വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തെ സമരം സാരമായി ബാധിച്ചു. ചെർപ്പശ്ശേരി സർക്കാർ ആശുപത്രി പതിവ് പോലെ പ്രവർത്തിച്ചു. ആകെയുള്ള 34 ജീവനക്കാരിൽ 10 പേർ മാത്രമാണ് സമരത്തിൽ പങ്കെടുത്തത്. ഡോക്ടർമാർ പതിവ് പോലെ തന്നെ രോഗികളെ പരിശോധിച്ചു. ചില ഓഫീസ് ജീവനക്കാർ മാത്രമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ബസ് സമരം മൂലം രോഗികൾ കുറവായിരുന്നു എന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡോൺ മോഹൻ പറഞ്ഞു. ചെർപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനത്തെ സമരം സാരമായി ബാധിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായി 100ഓളം പേരാണ് ഉള്ളത്. ഇതിൽ 35 പേർ മാത്രമാണ് സമരത്തിൽ പങ്കെടുത്തത്. ബസ് സമരം മൂലം വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തതുമൂലം കുട്ടികളുടെ എണ്ണവും വളരെ കുറവായിരുന്നു. ചെർപ്പശ്ശേരി പ്രവർത്തിക്കുന്ന ജില്ലാ ട്രഷറി, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ പ്രവർത്തനം ഭാഗികമായി നടന്നു. സബ് രജിസ്ട്രേഷൻ ഓഫീസിൽ ഒരു ഓഫീസർ മാത്രമാണ് സമരത്തിൽ പങ്കെടുത്തത്. ട്രഷറി ഓഫീസിൽ 28 പേരിൽ 10 പേർ മാത്രമാണ് സമരത്തിൽ പങ്കെടുത്തത്. ചെർപ്പശ്ശേരി ജില്ലാ ട്രഷറിക്ക് കീഴിലെ ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പട്ടാമ്പി, ശ്രീകൃഷ്ണപുരം, കൂറ്റനാട്, അഗളി എന്നീ സബ് ട്രഷറികളിൽ ആകെയുള്ള 111 പേരിൽ 32 പേർ സമരത്തെ അനുകൂലിച്ചു. ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ബുധനാഴ്ച മുതൽ സമരം കൂടുതൽ ശക്തമാകുമെന്ന് സമരാനുകൂല സംഘടനാ നേതാക്കൾ പറഞ്ഞു. പുതുവർഷത്തിൽ പാലക്കാട് ജില്ലയെ കാത്തിരിക്കുന്നത് കൊടും വരൾച്ചയാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മഴ കുറഞ്ഞത് കാരണം ഇപ്പോൾ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും വരൾച്ച പിടിമുറുക്കി കഴിഞ്ഞു. പാലക്കാട് ജില്ല പതുക്കെ പതുക്കെ ചൂടിന്റെ പിടിയിലേക്ക് നീങ്ങുകയാണ്. പുതുവർഷത്തിൽ പാലക്കാട് ജില്ലയെ കാത്തിരിക്കുന്നത് കൊടും ചൂടായിരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മഴയുടെ കുറവ് കാരണം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. ഭാരതപ്പുഴയും തൂതപ്പുഴയും ഉൾപ്പെടെ ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സുകളെല്ലാം വരൾച്ചയുടെ പിടിയിലാണ്. പകൽ സമയങ്ങളിൽ താരതമ്യേന നല്ല ചൂടുമാണ് ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡാമുകളിലും വെള്ളം കുറവാണ്. വരൾച്ചയെ നേരിടാൻ ജില്ലാ ഭരണകൂടവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും വിവിധ ഭാഗങ്ങളിൽ താൽക്കാലിക തടയണ നിർമ്മിച്ച് കുടിവെള്ള പദ്ധതികളിലേക്ക് ജലലഭ്യത ഉറപ്പുവരുത്താനാണ് അടിയന്തരമായി ശ്രമങ്ങൾ നടക്കുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് വരൾച്ചയുടെ ദുരിതം ഏറ്റവും രൂക്ഷമാവുക. ഭാരതപ്പുഴയിൽ വെള്ളിയാങ്കല്ല് ഷട്ടർ അടച്ചതിനാൽ പട്ടാമ്പി, തൃത്താല മേഖലകളിൽ വേനലിലും ജലലഭ്യത ഉറപ്പുവരുത്താനാകുന്നുണ്ട്. എന്നാൽ ഷട്ടറിന്റെ മറുഭാഗത്ത് പരുതൂർ, പട്ടിത്തറ തുടങ്ങിയ പഞ്ചായത്തുകൾ ജലക്ഷാമത്തിന്റെ പിടിയിലാണ്. കാലാവസ്ഥാ അധികൃതർ വരൾച്ചയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ വരൾച്ചയുടെ ദുരിതം അല്പമെങ്കിലും മറികടക്കാനാകൂ. പാലക്കാട് ജില്ല വരൾച്ചയിലേക്ക് നീങ്ങുമ്പോഴും പട്ടാമ്പിയിൽ നിള ജലസമൃദ്ധം. ഭാരതപ്പുഴയിൽ ഇപ്പോൾ അല്പമെങ്കിലും വെള്ളമുള്ളതും പട്ടാമ്പി, തൃത്താല മേഖലയിൽ മാത്രമാണ്. കാലവർഷവും തുലാവർഷവും ചതിച്ചതോടെ കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് പാലക്കാട് ജില്ല. പ്രധാന ജലസ്രോതസ്സുകളെല്ലാം വരൾച്ചയുടെ പിടിയിലായി കഴിഞ്ഞു. എന്നാൽ ഇതിന് അല്പം ആശ്വാസം പകരുന്ന കാഴ്ചയാണ് പട്ടാമ്പിയിലേത്. ഇവിടെ ഇപ്പോൾ നിള ജലസമൃദ്ധമാണ്. ഇരുകരയും മുട്ടി തന്നെ വെള്ളമുണ്ട്. തൃത്താലയിൽ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നതോടുകൂടിയാണ് വേനലിലും പട്ടാമ്പി മേഖലയിൽ നിള ജലസമൃദ്ധമായി തുടങ്ങിയത്. ഷട്ടർ താഴ്ത്തിയതോടെ തൃത്താല, പരുതൂർ, മുതുതല, പട്ടാമ്പി, തിരുമറ്റക്കോട് തുടങ്ങി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വരെയുള്ള നിളയുടെ ഭാഗങ്ങളിൽ സമൃദ്ധമായി വെള്ളമുണ്ട്.
മുൻകാലങ്ങളിൽ വേനലായാൽ പുഴയിൽ താൽക്കാലിക തടയണകൾ കെട്ടിയാണ് ഈ ഭാഗങ്ങളിൽ ജലദൗർലഭ്യം പരിഹരിച്ചു വന്നിരുന്നത്. എന്നാൽ വെള്ളിയാങ്കല്ല് ഷട്ടർ വന്നതിനു ശേഷം വരൾച്ചാ പ്രതിസന്ധി കാര്യമായി പട്ടാമ്പി മേഖലയിൽ ഉണ്ടാകാറില്ല. വരൾച്ചാ പ്രതിസന്ധി മുന്നിൽ കണ്ട് ഇത്തവണ നേരത്തെയാണ് വെള്ളിയാങ്കല്ല് ഷട്ടർ താഴ്ത്തിയിട്ടുള്ളത്. അതേസമയം ഭാരതപ്പുഴയിലെ ഈ ജലസമൃദ്ധി മറ്റു പഞ്ചായത്തുകൾക്കു കൂടി ഗുണകരമാകുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾ വേണമെന്ന ആവശ്യവും ശക്തിപ്പെട്ടിട്ടുണ്ട്. പ്രഭാപുരം കരുണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാകായിക പ്രതിഭകളെ അനുമോദിക്കലും AK മൗലവി അനുസ്മരണവും വ്യാഴാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ CP മുഹമ്മദ് MLA, KT ജലീൽ MLA എന്നിവർ പങ്കെടുക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. മതരാഷ്ട്രീയം കളിച്ചാണ് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ അവരവരുടെ നേട്ടങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല പറഞ്ഞു. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കടമ്പഴിപ്പുറത്ത് സംഘടിപ്പിച്ച സാമൂഹ്യ നീതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KP ശശികല. നിലവിലുള്ള രാഷ്ട്രീയത്തിന്റെ നെറുകേടുകൾ കൊണ്ടാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ അഴിഞ്ഞാടുന്നത്. മറ്റിതര മതങ്ങളുടെ വേദികൾ പങ്കിടുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്തുകൊണ്ട് ഹിന്ദുവിന്റെ വേദി പങ്കിടാൻ തയ്യാറാകുന്നില്ലെന്നും രാഷ്ട്രീയം മറന്നുകൊണ്ട് വേണം ഓരോ ഹിന്ദുവും ഒന്നിക്കാനെന്നും KP ശശികല പറഞ്ഞു. നമുക്ക് തടയണമെങ്കിൽ രാഷ്ട്രീയം മറന്നുകൂടി നമ്മൾ ഒന്നിച്ചെത്തണം. രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമല്ലേ ഉണ്ട്, ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയമല്ലേ ഉണ്ട്. പക്ഷെ അവരെല്ലാം രാഷ്ട്രീയം കൊണ്ട് നേടാവുന്നതും അതിനപ്പുറവും പിടിച്ചെടുക്കുമ്പോൾ രാഷ്ട്രീയം കൊണ്ട് തകർന്ന തൊലഞ്ഞൊരു ജനതയുണ്ട്. അതാണ് ഹിന്ദു. ബാക്കിയെല്ലാം രാഷ്ട്രീയം കൊണ്ട് നേടി. ഒരു രാജ്യത്തിന്റെ ഒരു കഷ്ണം മുറിച്ചങ്ങോട്ട് കൊണ്ടുപോയത് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് ദൈവം കൊടുത്തതല്ല. മുസ്ലിം രാഷ്ട്രീയം പയറ്റിയിട്ട് പിടിച്ചു വാങ്ങിയില്ല. മുസ്ലിം ലീഗ് എന്ന മുസ്ലിം രാഷ്ട്രീയം പയറ്റി രാജ്യത്തിന്റെ മേൽ കത്തിയിറക്കി ഒരു കഷ്ണം പിടിച്ചാണ് കൊണ്ടുപോയി രാഷ്ട്രീയത്തിന്റെ വിജയമായിരുന്നു. ഹിന്ദു ഐക്യവേദി കടമ്പഴിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കടമ്പഴിപ്പുറം സെന്ററിൽ സാമൂഹ്യനീതി സംഗമം സംഘടിപ്പിച്ചത്. കടമ്പഴിപ്പുറം സെന്ററിലെ സ്വാമി വിവേകാനന്ദ നഗറിൽ നടന്ന പരിപാടിയിൽ M. ജയദേവഗുപ്തൻ അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണൻ, T. സുബ്രഹ്മണ്യൻ, സുകുമാരൻ, സേതുമാധവൻ നായർ, TP വാസുദേവൻ, സോംജി, U. ഹരിദാസൻ വൈദ്യർ, ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഇടതു കനാൽ കൊണ്ട് കർഷകർക്ക് ദുരിതം മാത്രം. കനാലിൽ അധികൃതർ വെള്ളം തുറന്നുവിട്ടില്ലെങ്കിലും കർഷകർക്ക് പറയാനുള്ളത് ദുരിതത്തിന്റെ കഥകൾ മാത്രം. ശ്രീകൃഷ്ണൻ ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിച്ചിട്ടും കനാലിന്റെ പ്രധാന ഷട്ടർ അടച്ച് വെള്ളം സംരക്ഷിക്കാത്തതിനാലാണ് മിക്ക പാടശേഖരങ്ങളിലെയും നെൽകൃഷി വെള്ളത്തിലായത്. രണ്ടാം വിള നെൽകൃഷി വിളവെടുപ്പാകാറായ സമയത്ത് വയലിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് നെല്ല് മുളയ്ക്കാനും വൈക്കോൽ ചീയാനും ഇടയാകുമെന്ന് കർഷകർ പറയുന്നു. കൂടാതെ മിക്ക പാടശേഖരങ്ങളിലും വെള്ളം ആവശ്യത്തിലധികമായതിനാൽ നെൽച്ചിടി വെള്ളത്തിലാണ് വീണുകിടക്കുന്നത്. മാത്രമല്ല, കൊയ്യാറായ പാടത്ത് വെള്ളം കെട്ടിനിൽക്കുന്നത് കൊയ്ത്തിനെയും സാരമായി ബാധിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ സബ് കനാലിന്റെ ഭിത്തികൾ തകർന്നാണ് പാടശേഖരങ്ങളിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്. സബ് കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകാത്തതുകൊണ്ടാണ് അരികു ഭിത്തി തകരുന്നതും കനാൽ വെള്ളം പാഴായി പോകുന്നതും. മാത്രവുമല്ല, മൂന്നാം വിളയ്ക്ക് ആവശ്യമായ ഞാറും വെള്ളത്തിനടിയിലാണ്. പകരാവൂർ പാടശേഖരത്താണ് രണ്ടാം വിള കൊയ്ത്തു കഴിഞ്ഞ് നടാനുള്ള ഞാറിൽ വെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നെൽകൃഷി ചെയ്യുന്ന പാടത്തിന് 4 വശങ്ങളിലുമായി വാഴകൃഷി ചെയ്യുന്നതും പാടത്ത് അധികമായി ഒഴുകിയെത്തുന്ന വെള്ളം ഒഴിവാക്കി വിടാൻ പറ്റാത്ത അവസ്ഥയും വരുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ലഭിച്ചപ്പോൾ തന്നെ കർഷകർ പദ്ധതി അധികൃതരോട് പ്രധാന ഷട്ടർ താഴ്ത്താൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ അതിന് തയ്യാറായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകരെ സംരക്ഷിക്കേണ്ടതിനു പകരം ദ്രോഹിക്കുന്നതിനെതിരെ ആരോട് പരാതി പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കർഷകർ. സമൂഹത്തിൽ ഒത്തൊരുമയും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി തിരുവാഴിയോട് ഓട്ടോ ടാക്സി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 2 മുതൽ സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മേള സമാപിച്ചു. ചൊവ്വാഴ്ച നടന്ന ഫൈനലിൽ പൂക്കോട്ടുകാവിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ശ്രീകൃഷ്ണപുരം ആശുപത്രിപ്പടി ജേതാക്കളായി. ശ്രീകൃഷ്ണപുരം SI ISN കുട്ടി വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ഭൂതത്താൻകോട്ട പ്രതിഭ ഗ്രൗണ്ടിലാണ് മത്സരം നടന്നത്. 8 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ചേംബർ ഫെസ്റ്റ് സമ്മാനദാനവും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ 101ാം ക്യാമ്പ് ആഘോഷവും സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ സുരേഷ് കൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ സമ്മാനദാനവും ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ചു വരുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ 101ാം ക്യാമ്പ് ആഘോഷവുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് മേലെ പട്ടാമ്പിയിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര നടൻ സുരേഷ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് യൂണിറ്റ് പ്രസിഡന്റ് KS അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഹസൻ കോയയ്ക്കും ഭാരവാഹികൾക്കും ചടങ്ങിൽ സ്വീകരണവും നൽകി.
ചേംബർ ഓഫ് കൊമേഴ്സ് വിവിധ യൂണിറ്റ് ഭാരവാഹികളായ ബാലകൃഷ്ണൻ, മുഹമ്മദ് യാസിർ, ഹംസ, PMA റഷീദ്, KP കമാൽ, CV മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത്. വെറുതെ ഒരു ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പലരും പല ദുരുദ്ദേശങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പല ലക്ഷ്യത്തിനും വേണ്ടിയാണ് അത്തരം സംഘടനകൾ നടക്കുന്നത്. ഏതാനും മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 1-2 വർഷങ്ങൾ കൊണ്ട് തന്നെ അവർ തമ്മിൽ തല്ലിപ്പിരിയുകയും അതുമൂലം ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലാതെ പോകുന്ന ഒത്തിരി സംഘടനകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു ചടങ്ങിന് അപ്പോൾ ഈ ചടങ്ങിനെ കുറിച്ച് എന്നെ ആദ്യം ആകർഷിച്ചത് ഏതാണ്ട് 101 മാസമായി നടക്കുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ്. ഏതാണ്ട് 10-15,000 ആളുകൾക്ക് അവരുടെ കാഴ്ച തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കൈലിയാട് തച്ചമ്പറ്റ ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിലെ നവീകരണ മഹാകുംഭാഭിഷേകവും പുനഃപ്രതിഷ്ഠയും മാറ്റിവെച്ചു. ജനുവരി 14 നടത്താൻ നിശ്ചയിച്ച ചടങ്ങുകൾ ചില സാങ്കേതിക കാരണങ്ങളാലാണ് മാറ്റിവെക്കുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ശിവസേന ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകുമെന്ന് മണ്ഡലം സെക്രട്ടറി ശ്രീനാഥ് അറിയിച്ചു. അനങ്ങനടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തനോദ്ഘാടനം നടക്കുമെന്നും മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന അനിശ്ചിതകാല സമരം ഭാഗികം. ആശുപത്രികളും കോടതികളും പ്രവർത്തിച്ചു. വിദ്യാലയങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. മതരാഷ്ട്രീയം കളിച്ചാണ് ന്യൂനപക്ഷങ്ങൾ അവരുടെ നേട്ടങ്ങൾ കൈവരിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല. പാലക്കാട് ജില്ല കൊടും വരൾച്ചയിലേക്ക്. ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും നീരൊഴുക്ക് കുറഞ്ഞു. കാഞ്ഞിരപ്പുഴ കനാലിന്റെ ചോർച്ച നെൽകൃഷിയെ വെള്ളത്തിലാക്കുന്നു. വിളവെടുക്കാറായ നെൽ വെള്ളത്തിൽ കിടന്ന് മുളയ്ക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.